എടാ ഓനങ്ങൾ എടുത്തോ ഫ്രീ ആയിട്ട്. വേണ്ട നിങ്ങളെടുത്തോ. അല്ല വേണ്ട ഞങ്ങളെ ബോൾ എടുക്കാറില്ല, ഞങ്ങൾ എടുത്തോളാം. എടാ ഓനെ ഈ എന്നാ ഗോളിന്നോ. നോക്ക് ആ പെണ്ണാ ചെക്കന്മാരെ കൂടെ ഇരുന്ന് കളിക്കണോക്ക്. ആ സൂര്യത്തിന്റെ ആരെ മോളാ? എടി ഓളുണ്ടല്ലോ ബിന്ദേച്ചിന്റെ മോളാ. ഇവക്കൊരു നാണമില്ല ഇങ്ങനെ ചെക്കന്മാരെ കൂടെ നടക്കാൻ. എടി ഇതൊക്കെ ഇതെന്തായാലും ബിന്ദേച്ചിന്റെ അടുത്ത് പോയി പറയാം. ആൾക്കാരെന്തൊക്കെയാ വിചാരിക്ക. അമ്മു പാസ്. ബിന്ദേച്ചിയെ ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കുന്നു. എന്തേ സൂര്യേ? നിങ്ങളെ മോളതാ പറമ്പെന്ന് ചെക്കന്മാരെ കൂടെ പന്ത് കളിക്കണേ. മുട്ട വരണ ട്രൗസർ ഇടട്ടെ. അയ്യേ അല്ല ബിന്ദേച്ചിയെ, ആൾക്കാരെന്തൊക്കെയാ വിചാരിക്കുക. ആൾക്കാർ പലതും പറയും. നമ്മളെ പോലെ അല്ലല്ലോ മറ്റുള്ളവരൊന്നും. എന്നാലും ഇവള് പെണ്ണുങ്ങൾ കളിക്കണ്ട കളി പന്തളി കഷ്ടം. ബിന്ദേച്ചി നിങ്ങൾ എന്തായാലും അമ്മൂനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിട്ടോ. ബിന്ദേച്ചി ഉള്ളത് പറയാലോ, ഞങ്ങൾ എന്തായാലും ഇപ്രായത്തിൽ ഇതിച്ചാ കോപ്പറായൊന്നും കാണിക്കാൻ പോകില്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. പറയാണ്ട പറ്റൂല. അതുകൊണ്ടാട്ടോ നിങ്ങളോട് പറഞ്ഞേ. എന്നാലേ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ബിന്ദേച്ചിയെ. ശരി. ഓ ആട്ടം കഴിഞ്ഞ് എത്തിയോ? എന്താ അമ്മേ? നാട്ടുകാരെ കൊണ്ടുവരുന്ന പറയിപ്പിക്കാനായിട്ട്. ഇനി അങ്ങനെ കളിക്കാൻ പോകുന്നതിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. അതിന് ഞാൻ എന്താ ഇത്? നീ എന്തിനാ പന്ത് കളിക്കാൻ പോണ്? അതിനെന്താ, ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാൻ പോകുന്നല്ലേ. എന്നാ ഇനി തൊട്ട് പോണ്ട. അതെന്താ അമ്മ എങ്ങനെ പറയുന്നത്? ഇവള് ഡെയിലി കളിക്കാൻ പോകുന്നല്ലേ? ഒന്നല്ലേ എന്റെ കൂടെ അല്ലേ ഇവള് കളിക്കാൻ പോകുന്നത്? എന്നെ പോലെയാണോ സോനു? അവളൊരു പെൺകുട്ടിയല്ലേ? അതിനിപ്പോ എന്താ അമ്മേ? ഇപ്പൊ തന്നെ 12 വയസ്സായി, വലിയ പെണ്ണായി. നിന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഈ അനാഥ കളിക്ക് നിൽക്കണ്ടോ? പെൺകുട്ടികൾ കളിക്കുന്ന കളിയാണോ ഈ ഫുട്ബോൾ? പെൺകുട്ടികൾ പുറത്തിറങ്ങി ഇങ്ങനെ കളിക്കാനൊന്നും പോകരുത്. ഇനി തൊട്ട് ഇവിടെ ഇരിക്കേ, കുറച്ച് അടുക്കളപ്പണിയൊക്കെ പഠിക്കേ. നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ. ഈ പറയുന്നേ നീ മിണ്ടരുത്. നീ അല്ലേ ഇവിടെ കളിക്കാൻ കൂട്ടി കൊണ്ടോണ? അച്ഛങ്ങോട്ട് വരട്ടെ, ഞാൻ പറയുന്നുണ്ട് ബാക്കി. നിങ്ങൾക്കൊക്കെ എന്തിന്റെ മറ്റേ കാര്യം എന്ത്? മറ്റേ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു നോക്കാം. അമ്മു ഇനി ഫുട്ബോൾ കളിക്കാതെ പോണ്ട. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. അമ്മു നീ കളിക്കാതെ പോണ്ടോ. ആൾക്കാർ അതൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എന്താ പറയുന്നേ? മിണ്ടണ്ട. പ്ലസ് ടു അല്ലേ ഈ? കയറി പഠിക്കാൻ നോക്കൂ. കയറി പോടാ. അല്ല ഏട്ടാ, ഈ പെൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചാൽ കുഴപ്പമുണ്ടോ? അല്ല, അവരുടെ ജീവിതം എപ്പോഴും അടുക്കളയിൽ തന്നെ തീരേണ്ടതാ. എന്നോട് ധാരി പറഞ്ഞു. അനക്കറിയോ, ബ്രസീലിനെതിരായിട്ട് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഗോളടിച്ചത് ഒരു ഇന്ത്യൻ വനിതയാണ്, മനീഷ കല്യാൺ. അതുപോലെ തന്നെ ഈ വനിതകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഇവർ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. മോൾക്ക് ഈ റാണി ലക്ഷ്മിബായി, ഇന്ദിരാഗാന്ധി, പിന്നെ മേരി കോം ഇതുപോലത്തെ വനിതകളെ അറിയുമോ? കുറച്ചൊക്കെ. ഇവരൊക്കെ ഈ ലോകത്ത് പല മാറ്റങ്ങളും കൊണ്ടുവന്നേ. അല്ല മോളാഗ്രഹം എന്താ? എനിക്ക് ഫുട്ബോൾ കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, മനീഷയെ പോലെ എനിക്കും ഗോൾ അടിക്കണം. പക്ഷെ ഈ നാട്ടുകാരൊക്കെ അങ്ങനെ. നാട്ടുകാർ തെണ്ടികൾ പലതും പറഞ്ഞിരിക്കൂ. അവരെ നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് വെച്ചിട്ട് ഇന്ന് എന്നെ താഴ്ത്തി പറയും. ഈ നാളെ വലിയൊരു നിലയിലെത്തുമ്പോ എന്നെ പൊക്കി പറയും. അത്ര ഉള്ളി ഈ നാട്ടുകാർ, മനസ്സിലായോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആരും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും. അനക്കൊരു സ്വപ്നമല്ലേ? അതിലെന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടെങ്കിൽ ഈ അതിനു വേണ്ടി പരിശ്രമിക്കുക. എപ്പോഴും എൻ്റെ ഈ ഏട്ടൻ ഉണ്ടാവും കൂടെ. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവാ. ഇന്നലെ പറഞ്ഞോ എന്റെ തലേ കയറിയില്ലേ? കളിക്കാൻ പോണ്ട. ആൾക്കാരൊക്കെ പലതും പറയുന്നു. ഇനി ഈ കളിക്കാനൊന്നും പോണ്ട. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മ ഈ കാലത്തല്ലേ ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടിൽ തന്നെയല്ലേ ഏതെങ്കിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ പെണ്ണുകുട്ടികൾ കളിക്കാൻ പോകാൻ പാടില്ലാന്ന്? അതുപോലെ ഒരു പെണ്ണ് ജീൻസ് ഇട്ടാലും ഒരുത്തന്നെ കൂടെ വണ്ടി കയറി പോയാലും ഒരുത്തന്നെ കൂടി ഇരുന്നാലും ഈ നാട്ടുകാർ എന്തൊക്കെയാണ് ഉണ്ടാക്കി പറയുന്നത്?
കുറെ സദാചാരക്കാർ ഇറങ്ങിക്കോളൂ. അതെ, മാറ്റേണ്ടത് പെൺകുട്ടികളല്ല, നിങ്ങളുടെയൊക്കെ ചിന്താഗതികളാ. അതല്ല ഈ ആൾക്കാർ പറയുന്നത്. അതിനാണ് അപ്പൊ അത്ര വലിയ കാര്യം. നാട്ടുകാർ പലതും പറയൂ, ഇന്ന് നല്ലത് പറയും, നാളെ മോശം പറയൂ. ഇവിടെ ആരും നിർബന്ധിച്ചിട്ടല്ല അവള് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. അവളെ സ്വന്തം ഇഷ്ടം കൊണ്ടാ. ഇനിയിപ്പോ ആരും അവളെ കൂടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഫുൾ സപ്പോർട്ട് ആയിട്ട് അവളെ കൂടെ ഉണ്ട്. മനസ്സിലായോ? അവിടേക്ക് പോളുന്ന വിന്ധ്യച്ചി, അല്ല വിന്ധ്യച്ചി, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? എന്തേ? അമ്മൊന്നും കളിക്കാൻ പോയിണ്ടല്ലേ? നിങ്ങൾ ഇക്കാലത്തൊന്നല്ലേ ജീവിക്കുന്നേ? ഞാൻ ഈ കാലത്ത് തന്നെയാ ജീവിക്കണേ. നിങ്ങളൊന്നും ഈ കാലത്തല്ലേ ജീവിക്കണേ? അമ്മ ഓളെ ഇഷ്ടത്തിനാ കളിക്കാൻ പോണ്. ഞങ്ങളൊക്കെ ഒക്കെ സപ്പോർട്ടും ഉണ്ട്. മക്കളെ പോവാൻ നോക്കി. എനിക്ക് ഫുട്ബോൾ കളിക്കണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. മനീഷയെ പോലെ എനിക്കും ഗോൾ അടിക്കണം.